സജി ചെറിയാനെതിരായ കേസിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ബൈജു നോയൽ. സിബിഐ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. സജി ചെറിയാൻ രാജിവെക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നടത്താത്തതിൽ അട്ടിമറിയുണ്ടെന്നും ബൈജു നോയൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ അപമാനിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. എന്തായാലും പരാതിക്കാരനായ ബൈജു നോയൽ നമ്മോടൊപ്പം ചേരുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഒരാഴ്ചയായി, ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് ബൈജു, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഈ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ കേസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പോലൊരു ഇൻഡിപെൻഡന്റ് ഏജൻസി അന്വേഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം. അതുപോലെ ഈ കേസിനകത്ത് ഇപ്പോൾ മന്ത്രിയായ അദ്ദേഹം തുടരുന്നു എന്നുള്ളത് തന്നെ നമുക്കറിയാം. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വേണം ഈ കേസ് അന്വേഷിക്കാൻ. അദ്ദേഹത്തെ സെല്യൂട്ട് അടിച്ചുകൊണ്ടല്ലാതെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താനോ ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്നതിനായി ഈ അന്വേഷണം ഉദ്യോഗസ്ഥൻ്റെ മുകളിലുള്ള എല്ലാ സമ്മർദ്ദങ്ങളും ഒഴിവാക്കി കൊടുക്കുന്നതിനായി അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിന്ന് ഈ അന്വേഷണത്തെ നേരിടേണ്ടതാണ് എന്നാണ് എൻ്റെ ആവശ്യം. എന്തെല്ലാം നടപടികളുമായിട്ടായിരിക്കും ബൈജുവിന് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായും ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഈ കേസിൽ ഇപ്പോഴും നടത്താൻ ശ്രമിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുന്നതാണ്. അതിനകത്തൊരു CBI ഇൻവെസ്റ്റിഗേഷൻ ചോദിക്കും. കാരണം ഇതിനകത്ത് ഭരണഘടനയെ അപമാനിച്ച കേസിലെ ഒരു പ്രതിയാണ് നമ്മുടെ മന്ത്രിസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത്. അത്തരത്തിലുള്ള ഒരു കേസ് കേരളത്തിൽ ആദ്യത്തെ കേസാണിത്. ആ കേസ് വളരെ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കണം എന്നുള്ളത് എല്ലാ പൗരന്മാരെയും പോലെ എൻ്റെയും ആവശ്യമാണത്. അത് നമ്മുടെ ഭരണഘടനയുടെ ഉറപ്പിനും സംരക്ഷണത്തിനും അത് നൽകുന്ന എല്ലാ അവകാശങ്ങളുടെ മുകളിലുള്ള ഒരു കടന്നുകയറ്റത്തെയും നമ്മൾ അനുവദിക്കാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാലും അദ്ദേഹം പറയുന്നത് തനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ കേസിൽ കൃത്യമായ ഒരു അന്വേഷണം നടന്നില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കും. അതും CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ബൈജു നോയൽ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.